Morning to all. Good morning. Good morning. എന്താണ് തന്നെ ആക്റ്റീവ് ആണ് എല്ലാവരും. അതെ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, അതാണ് സത്യം. Right? ശരിയാ. അതാണ് സത്യം. ഓ, ഇനി ഞാൻ ക്ലാസ് എടുക്കണമല്ലോ എന്നൊക്കെ എനിക്ക് ആലോചിക്കുന്നത് അല്ലേ. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ. എന്റെ പേര് സെറീന. ഇന്ന് ഞാനാണ് ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. മനസ്സും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥന പാടുന്നതിനായി വിസ്മയെ ക്ഷണിക്കുന്നു. അമ്മയ്ക്കും അച്ഛനും ആദ്യ പ്രണാമം, ആചാര്യന്മാർക്കു സൂര്യപ്രണാമം, ചങ്ങാതിമാർക്കും മറ്റുള്ളവർക്കൊക്കെയും മംഗളം നിറയുന്ന സ്നേഹപ്രണാമം, സർവശ്രേഷ്ഠാവാം ജഗദീശ പ്രണാമം. മാനവ ജന്മപ്പിറവിക്കു നന്ദി, നന്മൂലപ്പാലിൻ കരുണയ്ക്കു നന്ദി, ആലോലമാട്ടിയ കൈകൾക്കു നന്ദി, താരാട്ടുപാട്ടിനും കൂട്ടിനും നന്ദി, അക്ഷരപ്പൂവിലെ തേനിനു നന്ദി, അറ്റമില്ലാത്തോരറിവിനു നന്ദി, മോഹങ്ങൾ തിരിനീട്ടും പുലരിക്കു നന്ദി, സ്നേഹാലയമാമീ പാരിനും നന്ദി. അമ്മയ്ക്കും അച്ഛനും ആദ്യ പ്രണാമം, ആചാര്യന്മാർക്കു സൂര്യപ്രണാമം, ചങ്ങാതിമാർക്കും മറ്റുള്ളവർക്കൊക്കെയും മംഗളം നിറയുന്ന സ്നേഹപ്രണാമം, സർവശ്രേഷ്ഠാവാം ജഗദീശ പ്രണാമം. താങ്ക് യു. താങ്ക് യു വിസ്മയ. സൈനിങ് ചെയ്യുന്നതിനായി രേഷ്മയെ ക്ഷണിക്കുന്നു. രേഷ്മ വന്നിട്ടില്ലേ? Reshma is not here. ഇന്നത്തെ ക്ലാസ് എടുക്കാനായി എത്തിയ അശ്വതി മിസ്സിനെയും മറ്റ് സ്റ്റുഡൻസിനെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല ചിന്തകൾ ജീവിതത്തെ മനോഹരമാക്കും. തോട്ട് ഓഫ് ദ ഡേ പറയുന്നതിനായി മിന്നുമോളെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് ഞാൻ തോട്ട് പറയാൻ പോകുന്നത് ഒരു കുഞ്ഞു മോട്ടിവേഷൻ സ്റ്റോറിയിലൂടെയാണ്. സോ ഐ സ്റ്റാർട്ട്. ടുഡേയ്സ് തോട്ട്: ഡോണ്ട് വേസ്റ്റ് ലൈഫ്. Ali was a young man who always said, "There is time, I will do it later." He kept delaying his dreams, learning a new skill, spending time with his parents, and improving himself. One day, he visited an old friend who was now successful and happy. Ali asked him, "How did you change your life?" His friend replied, "I stopped wasting my time and started respecting my life." That night, Ali sat alone and thought deeply. He realized that time doesn't wait. Life is a gift and every moment matters. From that day on, he woke up early, worked hard, made each day count. Ali's story reminds us, don't wait for the right time. The right time is now. Don't waste life. Thank you. Have a nice day all. താങ്ക് യു മിന്നുമോൾ. വാർത്തകൾ എല്ലാവർക്കും ന്യൂസ് ഹെഡ്ലൈൻസ് വായിക്കുന്നതിനായി രേവതിയെ ക്ഷണിക്കുന്നു.
മിസ് ഞാൻ ഇന്ന് മലയാളത്തിലായി പോയി ന്യൂസ് എഴുതിയത്. കുഴപ്പമില്ല, അടിച്ചോ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സാമൂഹിക ശാസ്ത്രജ്ഞൻ TK ഉമ്മൻ അന്തരിച്ചു. കഴുത്തിന് പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ. പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചു. 2020 ലോകകപ്പിൽ ഇന്ത്യയും സിംബാബ്വേയും ഇന്ന് ഏറ്റുമുട്ടും. വിദ്യാഭ്യാസ മേഖലയിൽ CBSE പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത. ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ആരോപണങ്ങൾ തള്ളി കോൺഗ്രസ്. താങ്ക് യു. താങ്ക് യു രേവതി. ഇന്നത്തെ ക്ലാസ് എടുക്കാനായി എത്തിയ അശ്വതി മിസ്സിനെയും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനെത്തിയ എല്ലാ കുട്ടികളെയും ക്ലാസ്സിലേക്ക് ഒന്നുകൂടി ക്ഷണിക്കുന്നു. അശ്വതി മിസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു ക്ലാസ് എടുക്കാനായി. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സജഷൻ പറയാൻ കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാത്രമാണോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്? അതെ. ഓക്കെ, എന്തുകൊണ്ട് ബാക്കി ക്ലാസ്സിൽ അങ്ങനെ ചെയ്തുകൂടാ ഇംഗ്ലീഷില്? എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് ഇംഗ്ലീഷ് തന്നെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. മലയാളത്തിൽ തന്നെ പറയണമെന്നൊരു നിർബന്ധവും ഇല്ല. അതൊരു ടീച്ചേഴ്സും നിർബന്ധം പറയുന്നുമില്ല. റൈറ്റ് അല്ലെ? ശരിയല്ലേ? അപ്പോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ്. മലയാളം നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും ഇംഗ്ലീഷിൽ തന്നെ പറയാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ മലയാളത്തില് കോർഡിനേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് ഇംഗ്ലീഷാണ്. ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ അറിയണ്ടേ നിങ്ങൾക്ക് ഇത്ര ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നുണ്ടെന്ന്. ഓക്കെ, ഒരു ഒപ്പീനിയൻ കേട്ടോ. അടുത്ത ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ. കാരണം മലയാളം നമുക്ക് അറിയാം, മലയാളത്തിൽ കോർഡിനേറ്റ് ചെയ്യാനും മലയാളത്തിൽ സംസാരിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അത് പച്ച മലയാളത്തിൽ പറയാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇംഗ്ലീഷ് ആകുമ്പോ നിങ്ങൾക്കിപ്പോ ഡെയിലി നിങ്ങൾ അത് അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഡ് ആവാം ലാംഗ്വേജ്. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പറയാം, പല രീതിയിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം, അല്ലെ? ഡിഫറെന്റ് ടൈപ്സിൽ കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ്. അങ്ങനെ ഡെയിലി നമ്മൾ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് അറ്റാച്ച്മെന്റ് വരും, കുറച്ചുകൂടി യൂസ്ഡ് ആകും. ഓക്കെ, അത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടുന്ന എന്ത് ചാൻസ് ആണെങ്കിലും അത് ഒരിക്കലും മിസ്യൂസ് ചെയ്യാതിരിക്കുന്നത് ഉദ്ദേശിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ പറയാം. കേൾക്കാൻ രസം അതാണ് ശരിക്കും. പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ രസമാണ് കേൾക്കാനൊക്കെ. ഒരു കോൺവെർസേഷൻ ആണെങ്കിലും മോഡുലേഷൻ ആണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ കയറി വന്നാണ്. എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല മിസ്സേ. ഓക്കെ, ക്ലാസ് ഒക്കെ എടുക്കാൻ ആരെങ്കിലും പ്രിപ്പയർ ആണോ? ആണോ? അല്ലല്ലോ, അല്ലേ? അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഞങ്ങള് 4th ഗ്രൂപ്പാ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവര് രണ്ടുപേരും ഇനി ഇല്ല, ആബ്സെന്റ് ആണെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല, ക്ലാസ് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ? ശരിയാണോ? പറയാൻ പറ്റുന്നല്ല, പറയണം. ഓക്കെ, ആലോചിച്ചു തോന്നിയൊരു കാര്യം തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത്? ആലോചിച്ചു നോക്കി. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഹാപ്പി ആകുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? ആസ് എ പേഴ്സൺ, വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതലും സന്തോഷിക്കുന്നത്?
എന്തായിരിക്കും അത്? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വയം ഒന്ന് ചോദിച്ചു നോക്കി ക്വസ്റ്റ്യൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മള് എനിക്ക് കുറച്ചുകൂടെ യാത്ര പോകുമ്പം നല്ല സന്തോഷമാണ്. ട്രാവലിംഗ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ആലോചിക്കും അല്ലെ, മൈൻഡ് ഫുള്ള് ഹാപ്പി ആയിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും, ഇതിനെ കുറിച്ചും ബോധേഡാക്കുന്നില്ല. ആ പ്രസന്റ് മൊമെന്റ് നമ്മള് എവറി മൊമെന്റ് അല്ലെ, ആ മൊമെന്റിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്യും. ശരിയാണ്, കൊള്ളാം, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, പക്ഷെ കൊള്ളാം, ഞാനിപ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഏതൊരു ഒപ്പീനിയൻ എല്ലാവരും പറയൂ കേട്ടോ, ശുഭം മിണ്ടാതിരിക്കല്ലേ. മാം, എനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ സന്തോഷം. കേട്ടില്ല? വീട്ടിലേക്ക് പോകുമ്പോ ഹാപ്പിയാണ്, റിലാക്സ്ഡ് ഭയങ്കര ആണ്. ഹാപ്പിയാണ്. എന്റെ സിസ്റ്ററും റീസൺ കൂടെ പറയൂ. എല്ലാരും വരും, അന്നേരം അത് ഹാപ്പിയാണ്. മിസ്സേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാപ്പി തോന്നാറുണ്ട് കേട്ടാ. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ ഹാപ്പി ആവാറുണ്ട്. അതുപോലെ ഇതേപോലെ പുറത്ത് യാത്രകൾ പോകുമ്പോൾ ഹാപ്പി ആവാറുണ്ട്. പിന്നെ നമ്മ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നോവൽ വായിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് കേൾക്കുമ്പോൾ, പാട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മളെ കഴിവ് നമ്മ പാടി ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ ഇങ്ങനെ പാടുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവര് നല്ലതാണെന്ന് പറയുമ്പോൾ ഹാപ്പി ആവാറുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ അങ്ങനെ നമുക്ക് ഒരേ രീതി പല പല രീതിയിലായിരിക്കുള്ളൂ സന്തോഷം വരുന്നത്, പല പല സന്ദർഭങ്ങളിലായിട്ട്. ഇപ്പൊ തന്നെ നമ്മ എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ വലുത് അവതരിപ്പിച്ചിട്ട് മിസ്സും നമ്മളെ കൂടെ ഉള്ള ടീച്ചേഴ്സും നല്ലതാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. അങ്ങനെ പലതരത്തിൽ പല സന്ദർഭത്തിലാണ് ഹാപ്പി ആവുന്നത്. മിസ്സേ എനിക്ക് പറഞ്ഞോട്ടെ മിസ്. എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിട്ട് റെഡി ആവും ഭയങ്കര ഇഷ്ടം. പിന്നെ അതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും നല്ല അഭിപ്രായങ്ങൾ പറയൂലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലതാന്ന് പറഞ്ഞാൽ അവർ കഴിക്കണ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക്. ഇതൊക്കെയാണോ എല്ലാവർക്കും അറിയില്ല. പിന്നെ എന്റെ പറയുമ്പോൾ ഹസ്ബൻഡ് പിന്നെ ഹസ്ബൻഡ് പുള്ളി നമ്മളെ കൂടെ ഇരിക്കുക, കൂടെ കെയർ ചെയ്യുക, അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അത്രയൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞ എല്ലാം ഇഷ്ടം അല്ലേ? ഓക്കെ, പിന്നെന്താ, ആർക്കൊന്നുമില്ല? ടീച്ചറെ ഇപ്പോഴത്തെ കണ്ടീഷനില് എനിക്കൊരു കുഞ്ഞു 1.5 ബേബി ഇയർ ഉള്ള ബേബി ഉണ്ടേ. അപ്പം കുഞ്ഞിന് പുതിയ പുതിയ ഫുഡ് നമ്മള് റെസിപ്പീസ് ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് കഴിച്ചു കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. സിറ്റുവേഷൻ ഓക്കെ ഓക്കെ, എങ്ങനെ റിജക്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കി. പേടിയാണ് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഒരു കഴിച്ചില്ലെങ്കിൽ ഞാനത് കേട്ടോ കുറെ ചെയ്തു. പക്ഷെ റിജക്ട് ചെയ്യുമ്പോഴാണ് ഇഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണ്ടാന്ന് നമ്മൾ കഴിക്കാത്ത ഭക്ഷണം ഞാൻ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പക്ഷെ റിജക്ട് ചെയ്യും, അത് കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഇപ്പോ ഓക്കെയാണ് ഫുഡ് കൊടുക്കുമ്പോഴാണ്. ശരിയാ മാം. എനിക്കും കുട്ടികൾക്ക് ഇങ്ങനെ ഹസ്ബൻഡിനായാലും കുട്ടികൾക്കായാലും വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവര് കഴിച്ച് നല്ലതാന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മോൾക്ക് ഇപ്പൊ മാഗി ഒന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പൊ അവള് മാഗി ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ഞാൻ അവളെ പറ്റിച്ചിട്ട് ഞാൻ തന്നെ മാഗി ഉണ്ടാക്കി കൊടുത്താ മാഗി എന്ന് പറയും. ചില സമയത്ത് സേമിയ എടുത്തിട്ട് ജസ്റ്റ് ആവിയിലെല്ലാം വേവിച്ചിട്ട് ഞാൻ പറയും ഇതാണ് മാഗി എന്ന് പറയും. ഇപ്പൊ അവൾ അത് അവൾ കഴിക്കാൻ തുടങ്ങി, അതാണ് മാഗി എന്ന് അവൾക്ക് മനസ്സിലായി. ആ ഒരു രീതിയായി. ഫസ്റ്റ് ഒക്കെ മാഗി മസാല ഒക്കെ ഇട്ടിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു, ലേസ് മാഗി എല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. ഞാൻ ഇപ്പൊ മെല്ലെ മെല്ലെ എല്ലാം സ്റ്റോപ്പ് ആയി. ലേസ് കൊടുക്കില്ല, മാഗി കൊടുക്കില്ല, കൂൾ ഡ്രിങ്ക്സ് കൊടുക്കില്ല. അവളെ ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ അടിച്ചിട്ട് കുപ്പി ജ്യൂസ് പണ്ടത്തെ കുപ്പി ഉണ്ടാവുമല്ലോ അതിൽ ഒഴിച്ചു കൊടുക്കും. ഇതാണ് ജ്യൂസ്, ഞാൻ മേടിച്ചുകൊണ്ടുവന്ന ജ്യൂസ്. അപ്പൊ അവള് അത് ഓക്കെയാണ്,
അവൾക്ക് ആ കുപ്പിയിൽ കണ്ടാൽ മതി. അതുപോലെ നൂഡിൽസ് ആണെങ്കിലും അപ്പൊ അത് അവൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി. നല്ല ഫുഡും കൊടുത്തു, അവൾ വയറ് നിറയെ കഴിക്കുകയും ചെയ്തു ഒരു സന്തോഷം. അതുപോലെ ഹസ്ബൻഡിനാണെങ്കിലും വെറൈറ്റി ഫുഡ് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യും, വൈകിട്ട് എന്താ ഉണ്ടാക്കുക അല്ലെങ്കിൽ രാവിലെ എന്താ ഉണ്ടാക്കുക, പുതിയ ഫുഡ് ഉണ്ടാക്കും. എങ്ങനെയുണ്ട്, ഓക്കെ ആണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തൃപ്തിയാവും. ഒന്നും ഉണ്ടാവില്ല, എത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയില്ലേ, അതിന്റെ ഒരു ഇത് ആൾക്ക് ഇഷ്ടമായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതി പോവാന്ന് പറയില്ല ചില സമയത്ത്. അപ്പൊ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികള് അവർക്ക് രണ്ടാമത് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് മെയിൻ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവര് ഫുള്ളും കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഒരു തൃപ്തിയാണ് നമുക്ക്. ഓക്കെ, ജ്യൂസ് ഉണ്ടാക്കുമ്പോ ഷുഗർ ആഡ് ചെയ്യാറുണ്ടോ? ഇല്ല, അവൾക്ക് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അവള് ഫസ്റ്റ് ഷുഗർ ഇല്ലാതെ പറ്റില്ല, ചുമ്മാ ഷുഗർ കഴിക്കുമായിരുന്നു. ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവളെ അടുക്കളയിൽ വെച്ച് ചുമ്മാ ഗ്ലാസ്സിലിട്ടത്, അതുകൊണ്ട് അങ്ങനെ ഭയങ്കര വാശി പിടിച്ച് കരയുമായിരുന്നു. ഇപ്പൊ ഷുഗർ ഇല്ല, ഒന്നുമില്ല. ഞാനിപ്പോ വെല്ലം കരിപ്പെട്ടി മേടിച്ച് വെക്കും. അതുപോലെ തന്നെ ജാഗരിയുടെ പൗഡർ മേടിച്ചിട്ട് അതിൽ പാല് കലക്കി കൊടുക്കും. അവളത് ഇഷ്ടമായി. ഇപ്പൊ ആ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവള് കുടിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് ഞാൻ വേറെ ഷുഗറിൽ കലക്കിയപ്പോ അവൾക്ക് അത് ടേസ്റ്റ് ഇല്ല, എന്നോട് പറഞ്ഞു ടേസ്റ്റ് ഇല്ല അമ്മേന്ന്. അത് അത് ടേസ്റ്റ് 2 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞതാ, അത് ടേസ്റ്റ് ഇല്ല, എന്റെ പാലിതായോ അത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ഉണ്ടാവുമല്ലോ, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ, ചേഞ്ച് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവൾ പഞ്ചസാര ഇട്ടിട്ട് പാല് കൊടുത്താൽ അവൾ കുടിക്കില്ല. അവൾക്ക് ഈ വെല്ലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ ചേഞ്ച്, ഞാൻ ഷുഗർ മൊത്തം ഒഴിവാക്കി അവളുടെ. പിന്നെന്താ പറയൂ. പിന്നെ ഒരു ഹാപ്പിനെസ് ഞാൻ പറയട്ടെ. നമ്മളെ നോക്കിയ പോലെ തന്നെ നമ്മളെ അമ്മമാരെ നോക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. ഇപ്പൊ എന്റെ അമ്മ എന്റെ വീട്ടിൽ ഒരു 3-4 ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മക്ക് അമ്മക്ക് വയ്യാതിരിക്കായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും, തല നോക്കി കൊടുക്കലും, വെളിച്ചെണ്ണ തേച്ച് കൊടുക്കലും, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. വെച്ചാൽ പണ്ട് നമുക്ക് ചെയ്തു തന്നിരുന്ന കാര്യങ്ങള് അമ്മക്ക് ചെയ്തു കൊടുക്കുമ്പോ, അതേപോലെ നമ്മളെ വീട്ടിൽ വെച്ചാൽ നമ്മൾ വേറെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ അമ്മ വരുമ്പോ നോക്കാൻ കഴിയുമ്പോ, അതേപോലെ പറയുമ്പോ എനിക്ക് സങ്കടം വരുന്ന നമ്മളെ ഒരുപാട് നോക്കിയിട്ടുണ്ടാവും നമ്മളമ്മമാര്. പക്ഷെ അതിലൊന്നും ഒരു പരിധി ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ വന്ന് നിൽക്കുന്ന നമ്മളെ അമ്മനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുക, ഇങ്ങനെ കൂടെ കുറെ നേരം ഒന്ന് സംസാരിക്കുക. അപ്പൊ ഞാൻ ഈ 2-3 ദിവസം ക്ലാസ്സിൽ കയറിയിരുന്നില്ല. ക്ലാസ് എടുക്കുന്ന ടൈമിലൊക്കെ ചിലണെങ്കിൽ മൊബൈൽ പോലും നോക്കിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അമ്മരെ കൂടി തന്നെ ഇരുന്നിങ്ങോട്ട് കുറെ നേരം സംസാരിക്കാനും അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് എല്ലാത്തിനേക്കാൾ സന്തോഷം എനിക്ക് അതാണ് തോന്നിയത്, ഈ ഒരു അടുത്തുണ്ടായ സന്തോഷം. എവിടെയാ വീട്, എവിടെയായിരുന്നു ദേവതി? എന്റെ വീട് കൊടുങ്ങല്ലൂര്. സ്വന്തം വീട് എവിടെയായിരുന്നു? സ്വന്തം വീട് ഇവിടുന്ന് ഒരു 3-4 സ്റ്റോപ്പ് ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് സ്ട്രോക്ക് ഒക്കെ വന്നോണ്ടേ അധികം ദൂരൊന്നും പോകാനൊന്നും കുറെ നാൾ പറ്റിയിരുന്നില്ല. ഇപ്പൊ നടക്കൊക്കെ ചെയ്യും, പക്ഷെ ചെറിയ ജോലികളൊക്കെ. പക്ഷെ എന്നാലും അങ്ങനെ വിട്ട് സംസാരിക്കുള്ളൂ. അങ്ങനെ കുറച്ച് ഇങ്ങനെ ഓർത്തെടുത്തിട്ടേ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കുറച്ച് ദിവസം എന്റെ അടുത്ത് വന്ന് നിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. ആളില്ലാത്തോണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞങ്ങൾ 2 പേരുള്ളൂ. എന്റെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഞാനൊരാളുള്ളൂ. പിന്നെ എപ്പോഴും എനിക്ക് അങ്ങോട്ട് പോയി നിൽക്കാനോ നോക്കാനൊന്നും പറ്റൂല, ഇവിടെ വീട്ടിലാളില്ലാത്തോണ്ട്. അപ്പൊ കുറച്ച് ദിവസം നിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ രാവിലെ വന്ന വൈകുന്നേരം അങ്ങനെ കൊണ്ടുവന്നാക്കാറുണ്ട് ഞാൻ വേണ്ടിക്ക്. പക്ഷെ ഇന്നിപ്പോ വന്നപ്പോ ആൾക്ക് 3-4 ദിവസം നിക്കണം എന്ന് തോന്നി. അങ്ങനെ നിന്ന് അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ബിരിയാണി, നമുക്കൊന്നും വേറെ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും കഴിയൂല, കൈ കൊണ്ട് വയ്യാത്ത സ്ട്രോക്ക് വന്നോണ്ടേ. അപ്പൊ വീട്ടിൽ ഷുഗറും ഉണ്ട്. അപ്പൊ ചപ്പാത്തി തന്നെയാണ് രാവിലെ വൈകിട്ട് ഉച്ചക്കൊക്കെ ചപ്പാത്തി തന്നെയാണ് കഴിക്കുക. ആൾക്ക് വേറെ ഒന്നും കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടുതലും. അപ്പൊ എന്റെ അടുത്ത് വരുമ്പോഴാണ് കൂടുതൽ ഫുഡൊക്കെ ഉണ്ടായിക്കോളൂ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോ കൂടുതൽ ഷുഗർ ഒന്നും നോക്കിയില്ല, കുറച്ചൊക്കെ പേടിച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡുകൾ ബിരിയാണി അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എനിക്ക് ഈ പ്രാവശ്യം ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മ പോയപ്പോ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു പോയ പോലത്തെ ഒരു സമാധാനമുണ്ട്. ആരുടെ കാര്യം പറയുമ്പോ സന്തോഷം ഉണ്ടാകും അല്ലേ? ഇമോഷൻസ് ഓക്കെ. പിന്നെന്താ? ആർക്കൊന്നും പറയാനില്ലേ? ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇത് ചെയ്യുമ്പോഴാണ് കിട്ടുക, കുറച്ചുകൂടെ സാറ്റിസ്ഫൈ ആകുമ്പോഴാണ്. വേണ്ടതില്ലാലോ. എന്താണ് സൈലന്റ് ആവില്ല ക്ലാസ്? ഭയങ്കര ബോറിംഗ് തോന്നുന്നു.
എല്ലാവരും ഉണ്ടോ ഇവിടെ? പിന്നെന്താ മിണ്ടാത്തേ? ശോകമായോ അതോ ഇതാണ്? ഞാൻ മിക്ക ക്ലാസ്സില് നമ്മള് എന്തെങ്കിലും ഇതുപോലെ ഒരു ടോപ്പിക് അല്ല, എന്തെങ്കിലും നമ്മൾ ചുമ്മാ സംസാരിക്കും. എല്ലാ മോണ്ടിസോറി ക്ലാസ്സിലും എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. കുറച്ചു നേരം ഒരു ഇന്ററാക്ഷൻ. കാരണം ആ ഇന്ററാക്ട് ചെയ്യുന്ന ടൈമില് കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ആണ്. മീൻസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ അപ്പ് ആവും. ഓക്കെ, പക്ഷെ എല്ലാ ടീച്ചേഴ്സും മിക്കവരും എല്ലാം ചെയ്യുന്നതാണ്. സോ ഞാൻ മിക്കപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സന്തോഷം തരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കാനാണ് ഇഷ്ടം മോസ്റ്റ്ലി. പക്ഷേ ഒരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ ചോദിച്ചു വരുമ്പോഴും അവസാനം എന്തെങ്കിലും തെന്റിയായി. കാരണം സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ എന്തുവാകാൻ പറഞ്ഞു വരുമ്പോ കുറച്ചും കൂടെ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ ഇപ്പോ? ഓക്കെയാണോ? നമ്മൾ സംസാരിക്കൂ. മാം പറഞ്ഞത് ശരിയാണ്. ഇമോഷണലി ആയിട്ടുണ്ടാവും മിക്കവാറും തന്നെ. ഇന്നത്തെ കാലത്ത് നമ്മളെ കേൾക്കാനായിട്ട് ഒരാളുണ്ടാവാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാനും എന്നെ കേൾക്കാനും ഒരാളുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ എടുക്കുന്ന ആ ഒരു വേവ് ലെങ്ത്തിൽ തന്നെ ആളും നമ്മുടെ ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭയങ്കര ഒരു റിഫ്രഷിങ് ആയിരിക്കും നമുക്ക് ആളോട് സംസാരിച്ച് കഴിയുമ്പോൾ. ഇപ്പൊ നമ്മുടെ സങ്കടങ്ങളാണെങ്കിൽ ആള് കേൾക്കുമ്പോ അത് സാരില്ല, പിന്നെ നിനക്കിത് എത്ര ഫേസസ് നീ കടന്നു പോയേക്കണം, നിന്നെ കൊണ്ട് പറ്റും എന്നാലിപ്പോ പറയുമ്പോ നമ്മള് ഓക്കെ ആവും. അതുപോലെ നമ്മളുടെ തമാശകളിൽ ഒപ്പം കൂടെ ചിരിക്കാനും നമ്മൾ എങ്ങനെയാണോ അത് എടുത്തിട്ടുണ്ടാവുക ആ ഒരു വേവ്ലെങ്ത്തില് നമ്മുടെ കൂടെ കേൾക്കുന്ന ആരായാലും, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയാലും അമ്മയായാലും, അമ്മ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, മിക്കവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അമ്മമാര്. മാരേജിന് മുന്നേ ആയിരിക്കും സ്പെഷ്യല്, കറങ്ങാൻ പോവാനും വർത്തമാനം പറയാനും എല്ലാം. അത് കഴിഞ്ഞ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആവും. പിന്നെയും ഈ റയറായിട്ടും പ്രഷ്യസ് ആയിട്ടും കിട്ടുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും. നമുക്കൊരു ജസ്റ്റ് ഒരു മെസ്സേജോ അല്ലെങ്കിൽ അവരുടെ വോയിസ് കേട്ടാലോ നമ്മൾ ഭയങ്കരമായിട്ട് ക്യൂർഡ് ആവും ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ, വിഷമങ്ങളിൽ നിന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോ എനിക്ക് വർത്തമാനം പറയാനും നമ്മളെ കേൾക്കാനും അതേപോലെ കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒരു ആളുണ്ടായിരിക്കുക. ആ ആളോട് സംസാരിക്കുമ്പോഴാണ് അതിനകത്ത് ചിരി ഉണ്ടാവും, ചിലപ്പോൾ ഇമോഷണലി ആവും, പിന്നെയും രസമായിരിക്കും, രസകരമായ കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു മൊമെന്റാണ് എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നാറുള്ളത്. പലർക്കും അതുണ്ടാവാം, മിക്കവർക്കും തന്നെ അതായിരിക്കും ഇഷ്ടം. പിന്നെയും നമ്മള് മാരീഡ് ലൈഫിലേക്ക് കുറെ ഒതുങ്ങി പോകും. കുറെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുമ്പോ നമ്മളെ തന്നെ ചിലപ്പോ ഓർക്കാൻ കിട്ടാത്ത സമയങ്ങൾ വരും. അപ്പൊ ആ ഒരു സ്പേസില് ഇപ്പൊ ഞാനും കടന്നു പോകുന്നുണ്ട്. അപ്പോ എനിക്കിപ്പോ മാമിന് ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ആദ്യം വന്നത് ഈ ഒരു കാര്യമാണ്. നമുക്കായിട്ടൊരു ടൈമില്ല, പോരട്ടെ സാരില്ല, പക്ഷെ നമുക്കൊന്ന് എക്സ്പ്രസീവ് ആവാൻ അല്ലെങ്കിൽ നമ്മളൊന്ന് കേൾക്കാൻ ഒരാളുണ്ടായിരിക്കുക എന്നുള്ളത് അതിപ്പോ എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നുന്നു. പുറത്ത് പോകണമെന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോ നമ്മള് മൂടിയായിരിക്കും. അപ്പൊ ആ സമയത്ത് അതുപോലെ കേൾക്കാൻ ഒരാള് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ആ ഒരു സന്തോഷത്തില് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. അതാണ് എനിക്ക് കറന്റ്ലി തോന്നുന്നത്. ഒത്തിരി ഹാപ്പി മൊമെന്റ്സ് ഉണ്ട്, എങ്കിലും കറന്റ്ലി ഫസ്റ്റ് മാം ചോദിച്ചപ്പോ ഈ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. താങ്ക് യു മാം. പിന്നെ ഒരു കാര്യം കൂടെ, മാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ ഇങ്ങനെ ഷെയറിങ് വരുമ്പോ ശരിക്ക് നമ്മളൊന്ന് ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ഞാൻ ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നമുക്കായിട്ടൊരു ടൈം കിട്ടാനില്ല എന്നാണ് എനിക്ക്. ഇപ്പം കുറെ നാളെ എനിക്ക് പറഞ്ഞ പോലെ മാരീഡ് ലൈഫ് കഴിഞ്ഞ് ഞങ്ങൾ കുറെ ഫ്രീ ആയിരുന്നു, അപ്പൊ ഒന്നും എനിക്ക് ഇതുപോലെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മള് പറയും പുറം ലോകമായിട്ട് അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസസ് ഒക്കെ കുറഞ്ഞു വന്നു.
പിന്നെ ജോലിക്ക് പോകുന്ന മദേഴ്സിനാണെങ്കിൽ പിന്നെയും ആ ഒരു അവരുടെ കൊളീഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഷെയറിങ് വരും. ഈ ഒരു പേജിൽ എനിക്ക് തോന്നിയത് അതാണ്. ഷെയർ ചെയ്യാനായിട്ട് ഒരു ഷോർട്ടേജ് ഉണ്ട്, ആർക്കും സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരിക്കും, ധാരാളം. അങ്ങനെ അപ്പൊ മാം ഇതുപോലെ ചോദിക്കുമ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം മാം തന്നതിൽ ഒത്തിരി സന്തോഷം മാം. താങ്ക് യു മാം. ഇതാ എനിക്ക് പറയാനുള്ളത്. ടീന പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഒരു ലിസണറെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാല് അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോ എല്ലാവരും എൻഗേജാണ്, എല്ലാവർക്കും കയ്യിലും ഫോണാണ് അല്ലെ. നമ്മളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാല് വളരെ കുറവാണ് അല്ലെ. കാരണം ഇത് പറയാൻ റീസൺ ഉണ്ട് കേട്ടോ. ഞാൻ ക്ലാസ്സില് ഞാൻ ടീച്ചറി ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ഇതുപോലെയാണ് സബ്ജക്ട് നമ്മൾ എടുക്കുന്നുണ്ട്. സോ സബ്ജക്ട് എടുക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം ക്ലാസ് എടുക്കുന്ന ഒരാളല്ല. ഓക്കെ, കാരണം ഇതിപ്പോ ഇംഗ്ലീഷ് ഞാൻ അവിടെ എടുക്കുന്ന സബ്ജക്ട് ആയിരുന്നു, അഡ്മിനിസ്ട്രേഷൻ സബ്ജക്ട് ആണ്. സോ സബ്ജക്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ കണ്ടിന്യൂസ്ലി ക്ലാസ് എടുക്കില്ല. കണ്ടിന്യൂസ്ലി ക്ലാസ് എടുക്കുന്നത് ആർക്കും ബോറാണ് അല്ലെ. ഇവൻ എനിക്ക് പോലും ഭയങ്കര ബോറിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയമെങ്കിലും ഞാനൊന്ന് ഇന്ററാക്ട് ചെയ്യും. സോ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ മോട്ടിവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഓരോരുത്തരെയും. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്നെ പോലെ ആയിരിക്കാം, നമ്മളെല്ലാവരും ഈക്വലി ആയിരിക്കാം മേ ബി. പക്ഷെ ഇപ്പോഴത്തെ ഞാനായിട്ടായിരിക്കില്ല നമ്മൾ ഒരുപോലെ ആകുന്നത്. ഞാൻ പണ്ടത്തെ ഞാനായിട്ടായിരിക്കുന്നില്ല. ഇപ്പോ എല്ലാവരും സെയിം ആയിരിക്കാം. പണ്ടത്തെ ഞാൻ എങ്ങനെയായിരുന്നു അതായിരിക്കും നിങ്ങൾ. ഓക്കെ, അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും. കാരണം ഒരുപാട് ഗ്യാപ്പിന് ശേഷം പഠിക്കാൻ വന്നവരും കല്യാണം കഴിഞ്ഞ് റിയലൈസേഷൻ വന്നതും എനിക്ക് ജോലിക്ക് പോകണം എന്ന് ചിന്തിച്ച് വന്നവരൊക്കെയാണ്. ഓക്കെ, അപ്പൊ അവരോട് ഞാൻ കുറച്ച് നേരം സംസാരിക്കുമ്പോ അവർക്ക് അത് ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആയിട്ട് തോന്നും. അപ്പോ അതിലൊരു കുട്ടി ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒരു കുട്ടിയുടെ നമ്പർ തരാമെന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് നമ്പർ കൊടുക്കുന്നത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. അങ്ങനെയാണ് ആ കുട്ടി എന്നോട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഓക്കെ പറഞ്ഞു, വെച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടി മെസ്സേജ് അയക്കുന്നില്ല കേട്ടോ. ഞാൻ ചോദിച്ചു ക്ലാസ്സിൽ വെച്ച് എന്താണ് പറയാതെ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെ ആരെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് മിസ് ചെയ്തൊക്കെ പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എന്താണെന്ന് അറിയാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചു എന്താണ് എന്നോട് പറയാന്നോട് പറഞ്ഞില്ലല്ലോ. മിസ് ഞാൻ പറയാം, എക്സാം ഒക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എക്സാം എന്തായിരുന്നു, എക്സാമിന് മുന്നായിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്ലാസ് കൊടുത്തു. സബ്ജക്ട് വൈസ് എല്ലാവരും ക്ലാസ് കൊടുത്തു. എക്സാമിനെ കുറിച്ച് ഭയങ്കര ടെൻഷൻ. അപ്പൊ ആ ടൈമിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷമാണ് ആ കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു, സ്റ്റാഫ് ത്രൂ കോണ്ടാക്ട് ചെയ്തു. ആ കുട്ടി കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. മീൻസ് ആൾക്ക് തോന്നിയത് എനിക്ക് ആളെ കേൾക്കാൻ ഒരു സമയം ഉണ്ടാകും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടി പറയുന്നത് ഞാൻ കേൾക്കും. എന്നോടൊക്കെ ഒരു കുട്ടിക്ക് എന്തോ ഒരു ട്രസ്റ്റ് പോലെ, വിശ്വാസം പോലെ, അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളെ കിട്ടി എന്നൊരു ഫീല്. മിസ് അങ്ങനെ സംസാരിച്ചപ്പോൾ മിസ്സിനോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയണം എന്ന് തോന്നി. കാരണം മിസ് ഞാൻ പറയുന്നത് കേൾക്കും എന്നൊരു തോന്നല കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞു കേട്ടോ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. കുട്ടിയുടെ ലൈഫിലെ ഇഷ്യൂസും ഇപ്പോഴത്തെ സിറ്റുവേഷനും എല്ലാം പറഞ്ഞു. കാരണം അത് പറയാനുണ്ടായ കാരണം ഞാൻ ക്ലാസ്സിൽ ഒരു ടോപ്പിക് സംസാരിച്ചപ്പോ ആ കുട്ടിക്ക് അതുവരെ ഇല്ലാത്തൊരു കോൺഫിഡൻസ് വന്നു എന്നാ പറഞ്ഞു. അതുവരെ ഇല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടി. സോ മിസ്സിനോട് സംസാരിച്ചു കഴിഞ്ഞാല് ഓക്കെ ആകും എന്ന് ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് എന്നെ മെസ്സേജ് ചെയ്തു, സംസാരിച്ചു. സോ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കേട്ടു. ഇഷ്ടമല്ല എന്താണോ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊരു മറുപടി കൊടുത്തു. ആളിപ്പോ ഓക്കെയാണ്, ഓക്കെ ആയി വരുന്നു. സോ അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുട്ടി പറഞ്ഞൊരു കാര്യം, കുട്ടിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഫ്രണ്ട്സ് ഉണ്ടോന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ആ സെയിം പ്രോബ്ലം ആണ്. ആ കുട്ടി ഇപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എന്റെ ഫ്രണ്ടിനോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഫ്രണ്ടിനും. അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അവരുടെ കുറവുകളും അവരുടെ ബുദ്ധിമുട്ടുകളും മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാനോ അത് പോട്ടെ സാരില്ല നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്ന് പറയാനോ ആരുമില്ല. വീട്ടിലാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഹസ്ബൻഡ് ആണെങ്കിലും ആരാണെങ്കിലും മീൻസ്
ആ കുട്ടി ഒറ്റയ്ക്കാണെന്ന് പറയാം. അത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അപ്പോ ലിസണർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാട്ടോ. അത് ആരും ആകാം, പാർട്ട്ണർ ആകാം, ഫ്രണ്ട്സ് ആകാം, സിബ്ലിങ്സ് ആകാം, ആരും ആകാം. പക്ഷെ അങ്ങനെ ഒരു ലിസണർ നമുക്ക് ലൈഫിൽ വേണമെന്നേ ഞാൻ പറയും. വേണം, എന്തും നമുക്ക് ഓപ്പൺ ആയിട്ട് പോയി പറയാൻ പറ്റണം. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും അത് പറയാൻ പറ്റും. ആ ഇമോഷൻ എന്താണെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോഴാണെങ്കിലും അത് ഞാൻ ചെയ്യട്ടെ, ഇതിനൊക്കെ എന്താണ് പോസിറ്റീവ് അതങ്ങനെ പറഞ്ഞു തരാനും ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. എല്ലാവരെയും അങ്ങനെ ആളുണ്ടെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അമ്മമാരോട് നമ്മൾ എത്രത്തോളം ഓപ്പൺ ആകും എന്ന് ചോദിച്ചാല് ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ തോന്നില്ല കേട്ടോ. ഞാൻ ഒരിക്കലും എന്റെ അമ്മയോട് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയില്ല. എനിക്ക് സങ്കടം തോന്നുന്ന കാര്യമാണെങ്കിൽ ഞാൻ അമ്മയോട് പറയില്ല. കാരണം അമ്മയ്ക്ക് ഇത് ഫീൽ ആകും. അവരെത്രത്തോളം നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുമോ അങ്ങനെയാണ് ചെയ്യാം. അല്ലാതെ നമ്മള് സങ്കടം തോന്നിപ്പോ എന്റെ ലൈഫിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോട് പോയി ഷെയർ ചെയ്യില്ല, ഒട്ടും ചെയ്യില്ല. ഞാൻ മാക്സിമം പാർട്ട്ണറോടാണെങ്കിലും പറയും, എനിക്ക് പറയണം, പറയുന്നില്ലെങ്കിൽ അത് വെക്കാം, ഞാൻ പറയും, പറഞ്ഞത് ഓക്കെ. അപ്പൊ അമ്മയോട് ഞാൻ അങ്ങനെ പറയാറില്ല. മിസ് പറഞ്ഞത് ശരിയാ. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോഴേ അത് വിശ്വാസം ഉള്ളവരോട് നമ്മൾ പറയാം. കാരണം നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അത് ഏറ്റെടുക്കാനും അത് നമ്മളുടെ ചിലപ്പോൾ നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതി ഉണ്ടാവും. അതിനകത്ത് അല്ലാത്ത എല്ലാം കൂടി മിക്സഡ് ആയിരിക്കുമല്ലോ നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ അത് ഷെയർ ചെയ്യാൻ ഒരു നല്ലൊരാളായിരിക്കണം. അങ്ങനെയും കൂടി ഉണ്ട്. ശരിയാണ് മിസ് പറഞ്ഞത്. അപ്പോ ഞാനിത് പറയുന്നോടൊന്നും തോന്നണ്ട. സപ്പോസ് നിങ്ങൾക്ക് ആരും കേൾക്കാനോ പറയാനോ ആരുമില്ലെങ്കിൽ യു ക്യാൻ കണക്ട് മീ വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ചെയ്യാവുന്ന. ഓക്കെ, എന്താണെങ്കിലും പറയാം, ഞാൻ കേൾക്കാം. ലിസണർ ആയിട്ട് ഞാൻ ഉണ്ടാകും. ഓക്കെ, എപ്പോഴാണെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ചുമ്മാ ഒരു കാര്യമുണ്ട്. ഇപ്പോ നമുക്ക് എന്തെങ്കിലും പറയണം തോന്നിക്കഴിഞ്ഞാല് അത് ജസ്റ്റ് ഒരു മെസ്സേജ് ആയാൽ മതി, അല്ലെ? നമുക്കത് പറഞ്ഞാൽ മതി. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നാൽ മതി. ജസ്റ്റ് ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം. അത് ആ പേഴ്സണക്ക് നാളെ കേട്ടോ ഇല്ലയോ എന്നൊന്നുമല്ല. ചില സമയത്താണ് കേട്ടോ. ചില സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് നമ്മൾ അത് മെസ്സേജ് ത്രൂ നമ്മൾ വോയിസ് ആയിട്ട് നമ്മൾ പറഞ്ഞു തീർക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ ആണ്, കുറച്ച് സാറ്റിസ്ഫൈ ആകണം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അത് ഓപ്പോസിറ്റ് കേട്ടോ ഇല്ലയോ എന്നല്ല, പക്ഷെ പറഞ്ഞു. എനിക്ക് മിക്കപ്പോഴും പറ്റുന്നൊരു കാര്യമാണ്, ഞാൻ എന്റെ ഹസ്ബൻഡ് പുറത്താണ്. സോ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ ദേഷ്യമോ സങ്കടം എന്താണെങ്കിലും ഞാൻ ടെക്സ്റ്റ് ചെയ്യും, മീൻസ് വോയിസ് നോട്ട്. അപ്പൊ ഞാൻ പറയുന്നില്ല, ഇമോഷൻസ് ആ വോയിസിൽ ഉണ്ടാകും. അത് സെൻഡ് ചെയ്ത് കഴിയുമ്പോ ഞാൻ റിലാക്സ്ഡ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അത് കേട്ടോ ഇല്ലയോ എന്നല്ല, മിക്കവാറും കേൾക്കാറില്ല. കാരണം ഞാൻ അത് ഡിലീറ്റ് ചെയ്യും. കാരണം ഞാൻ അപ്പൊ ഓക്കെ ആയി, ഞാൻ പറഞ്ഞു ഓക്കെ ആയി. പിന്നെ ഞാൻ ആലോചിക്കും വേണ്ട, അത് ഞാൻ പറയുമ്പോ ആൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും ചിലപ്പോ. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. കാരണം ഞാൻ ഓക്കെ ആയി, കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി കൂടെ നമ്മൾ എന്തിനാ വെറുതെ ക്ഷണിപ്പിക്കുന്നില്ലായിരിക്കും. ഞാൻ ഡിലീറ്റ് ചെയ്യും, പല പ്രാവശ്യം ഡിലീറ്റ് ചെയ്യാണ്ട്. അപ്പൊ ആൾക്ക് അറിയാം, ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ വൃത്തിയായിട്ട സ്വഭാവങ്ങൾ എനിക്കില്ല. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ലിസണർ ആവശ്യമുണ്ട്. ആരും കേൾക്കാനില്ല എങ്കിൽ നമുക്ക് എന്നോട് സംസാരിക്കാം. അതൊരു മിസ്സായിട്ടൊന്നും സംസാരിക്കണം കേട്ടോ. എന്നെ മിസ്സായിട്ട് കാണണേ വേണ്ട, ഒരു ഫ്രണ്ടായിട്ട് കണ്ടാലും മതി. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് റൂം വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് വേണമെന്ന് വെച്ചാൽ വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ അവനെ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ നമുക്ക് എപ്പോഴും സംസാരിക്കാം. ഒരു ലിസണർ ഇല്ല, ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല എന്നൊരു ടെൻഷനോ ഒന്നും ഇനി വേണ്ട. ഓക്കെ, അത് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നൊരു സഹായം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഏത് സമയത്തും ഞാൻ കേൾക്കുന്നതായിരിക്കും. എന്നെ അപ്രോച്ച് ചെയ്യാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഒന്നുമില്ല. ഓക്കെ, അപ്പോ ഇതുപോലെയായിരുന്നു ഒരു MP5 ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിൽ ആ കുട്ടി തന്നെയാണല്ലോ, അവരോട് ചോദിച്ചു മിസ് എന്നുള്ള വെളിയെ ഒന്നും ഇട്ടില്ല, അത് വേറെ കാര്യം. അപ്പൊ അവനോട് ചോദിച്ചു ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, നോക്കട്ടെ, ഞാൻ ചെയ്യട്ടെ.
ചെയ്യട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ചെയ്യും. ബാക്കി അതിനോട് കാണാലോ, അത്രയേ ഉള്ളൂ. ആഗ്രഹം തോന്നുന്നെല്ലാം ചെയ്യും. ബാക്കി എന്താകും എന്ന് ചിന്തിക്കരുത് ഞാൻ പറഞ്ഞു. So enjoy every moment, each and every moment you can have. Should ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞത്? കൂടെ പറഞ്ഞു പോട്ടെട്ടാ. സന്തോഷവും സങ്കടവുമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്കുണ്ട്. അതിൽ സങ്കടം ഉള്ള നിമിഷങ്ങള് നമുക്ക് ചിലപ്പോ ഒരു വാശി തരുന്നതായിരിക്കാം. മേബി ഇല്ല, സ്റ്റോപ്പ്, അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. നമ്മൾ കൂടുതൽ വിഷമിച്ച നിമിഷങ്ങൾ ചിലപ്പോൾ നമുക്ക് വാശിയോട് ജീവിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി മോട്ടിവേറ്റഡ് മൊമെന്റ്സ് ആയിരിക്കും ലൈഫിൽ. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് കുറെ മോട്ടിവേറ്റഡ് ആകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ ഇനി ഒരിക്കലും അവരെ കളിയാക്കരുത്. മീൻസ് നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്തണം, അവരെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നൊരു വാശി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എന്തൊരു കാര്യം ആരും നമ്മൾ നെഗറ്റീവ് ചൂണ്ടിക്കാണിച്ചാലും നമ്മൾ ഒരിക്കലും ഡൗൺ ആകാൻ പാടില്ല. നമ്മൾ അതിൽ നിന്ന് പിടിച്ചു കയറണം. നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ലൈഫിൽ നമ്മൾ വിചാരിക്കണം എന്ന് മാത്രം. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആണ്, മീൻസ് എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഒരിക്കലും ആരും ചിന്തിക്കരുത്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരേപോലെയാണ്. എല്ലാവർക്കും നിങ്ങളൊന്ന് ആലോചിക്കേ, എല്ലാവർക്കും ഒരേപോലെയാണ് ബ്രെയിൻ കൊടുത്തിരിക്കുന്നത്, എല്ലാവർക്കും ഒരേപോലെയാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണ് ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ബാക്കി എല്ലാവരും അത് ഡെവലപ്പ് ചെയ്യേണ്ടതും ഇംപ്രൂവ് ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ് അല്ലെ. ഇപ്പൊ ടൈം ആണെങ്കിലും ഈക്വലായിട്ട് എല്ലാം കൊടുത്തിരിക്കുന്നത്. 24 hours എല്ലാവരും മുന്നിലുണ്ട്. ഈ 24 hours എങ്ങനെ ഓരോരുത്തരും യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം അല്ലെ. അപ്പൊ കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാൻ മീൻസ് സന്തോഷത്തോടു കൂടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ ലൈഫിലെ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതറ്റവും വരെയും പോകണം. ഒരു ദിവസം ആ മൊമെന്റ് നമ്മൾ അച്ചീവ് ചെയ്യും. ആ മൊമെന്റ് അച്ചീവ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എടുത്ത ഒരുപാട് ഹാർഡ് വർക്ക്, അതൊന്നും അത്ര ഹാർഡ് വർക്ക് ആയിട്ട് തോന്നിയില്ല. അതുമല്ല, നമ്മൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മൾ പിന്നീട് അതിന് മുൻപ് എടുത്ത അത്രയും ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരെയും വരും. അതാണ് റിയാലിറ്റി. അപ്പോ എന്താണെന്നില്ലല്ലോ, എങ്ങനെ സംസാരിച്ചാല് സീനാണല്ലോ, ഞാൻ നിർത്തില്ല. ഓക്കെ, അപ്പൊ ബോറടിക്കുന്നൊക്കെ പറഞ്ഞോട്ടോ. പറയാം ബോറടിക്കുന്നില്ല. അപ്പൊ ലൈഫില് അച്ചീവ് ചെയ്യാം എന്തെങ്കിലും. നമ്മൾ എന്തിന് ജീവിച്ചു എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ പണ്ടൊക്കെ ഞാൻ എന്നോട് തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്തിനാ ജീവിക്കുന്നത് ആലോചിച്ചു. എന്തിനാ ജീവിക്കുന്നത്? രാവിലെ എണീക്കുന്നു, വീട്ടിലെ പണിയെടുക്കുന്നു, കിടന്നു. രാവിലെ എണീക്കുന്നത് ഇതാണ് റൊട്ടീൻ. രാവിലെ എണീക്കുക, കാര്യങ്ങൾ ചെയ്യുക, വീട്ടിൽ അവരെ നോക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, എങ്ങനെ കിടന്നു. വീട്ടിലും റിപ്പീറ്റ് തരാം. രാവിലെ എണീക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, നോക്കണം തോന്നും. എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊരു ഒരു മൊമെന്റിൽ ഞാൻ ചോദിച്ചു. എനിക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇതാണ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് എന്ന് ചോദിച്ചാൽ ഇതും ആണ്. ഓൾസോ വൺ ഓഫ് മൈ അച്ചീവ്മെന്റ്. പക്ഷെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ച് തോന്നുന്നതാണ്. പക്ഷെ ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോ എന്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയ ഒരു നിമിഷമാണ് സ്മാർട്ട് സിറ്റിയിൽ എന്ന് ഞാൻ ചോദിച്ചത്. അതായത് അത്രയേ ഉള്ളൂ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫില് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും നമ്മള് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച ഒരു പൊസിഷൻ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. അതും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മള് സന്തോഷിക്കുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് ടീച്ചിങ്. കാരണം നമ്മൾ കാരണം ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നു, നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ അറിവ് കൊടുക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, അത് അവർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു, അവരവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അവരെ നമ്മൾ പോലും അറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു.
നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ അവർ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതെല്ലാം അവർ ലൈഫിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അത് ഭയങ്കര രസമാട്ടോ. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, സൂപ്പറാണ്. അതുകൊണ്ട് മാക്സിമം മോട്ടിവേഷൻ നൽകുന്നു. ഇതൊക്കെ ഒരു മോട്ടിവേഷൻ അല്ലാട്ടോ, നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് കാണരുത്. എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ പറയുന്നതാണ്. എങ്ങനെ ആയിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. ഇതിലൊരു മോട്ടിവേഷൻ ഒന്നുമില്ല. ഓക്കെ, എല്ലാരും പറയുന്നത് മോട്ടിവേഷൻ ആണ്, പക്ഷെ മോട്ടിവേഷൻ ആയിരിക്കാൻ വേണ്ടി അത് ഓരോരുത്തർ ലൈഫിൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആകുകയാണ്. നമ്മൾക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലാണ് അല്ലെ. ഞാനിത് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത് കേട്ടിരിക്കുന്നുണ്ട്. ആ കേട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അത്. ഒരാള് പറയുമ്പോൾ അത് കേട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക, അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആലോചിച്ചൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ അങ്ങനെ? അല്ലേ? എത്രയോ പേര് പറയുന്നുണ്ട്. എല്ലാവരും ഒരിക്കലല്ല. അപ്പൊ നിങ്ങളൊരു ലിസണർ ആണ് കേട്ടോ. എല്ലാവരും ഒരു ലിസണർ ആണ്. നമ്മുടെ മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അതിൽ ഞങ്ങൾ ഭയങ്കര പ്രൗഡാട്ടോ. ഒരു സ്മാർട്ട് സി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങൾ ഒരുപാട് മാറുന്നുണ്ട്. അതിലൊരു മാസം കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, പ്രൗഡാണ്. അപ്പൊ നിങ്ങൾ നല്ല സ്റ്റുഡൻസ് ആണ്. ഇത്രയും നല്ല സ്റ്റുഡൻസിന് കിട്ടിയ ടീച്ചേഴ്സ് ഭയങ്കര സന്തോഷിക്കണ്ടേ അല്ലേ? പറഞ്ഞ് ഞാൻ എവിടേക്കൊക്കെ പോകുമല്ലോ. ബാക്കി നിങ്ങൾ പറയൂ. മതി, ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ബാക്കി നിങ്ങൾ പറയൂ. സംസാരിക്കൂ. പിന്നെന്താ മിസ്സേ, ഈ മിസ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ അഭിപ്രായങ്ങൾ പറയല്ലേ, അതും ഒരു സന്തോഷാട്ടോ. ഇത്ര നാളും അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ ചെറിയ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആയപ്പോ മിസ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു, നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നു, നമുക്ക് ഓരോന്ന് പറയുന്നു, അതും ഒരു സന്തോഷാണ്. ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും ഒരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം എന്നെയൊക്കെ സംബന്ധിച്ച്, കാരണം ഞാൻ 2 കുട്ടികള് ചെറിയ പിള്ളേരാണ്. അപ്പൊ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇതുപോലെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, വൈകുന്നേരം ആവുന്നു, പിന്നെയും സെയിം പ്രൊസീജിയർ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു 5-6 വർഷമായി ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട്. അപ്പൊ ഞാനും ചിന്തിച്ചിട്ടുള്ള കാര്യമാണത്. പിന്നെ ഇപ്പൊ ഈ ഒരു ഡിസിഷൻ എടുത്തു, ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയും ഒരു ജോലി വാങ്ങിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്. അതെങ്ങനെയും ദൈവം തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് അത് സാധ്യമാവട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവാണ്. ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നൊരു ചോദ്യം ഓർഫൺ ക്വസ്റ്റൻ ആട്ടോ. നമ്മളങ്ങനെ ചോദിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് മാറാൻ തയ്യാറെടുക്കുന്നു എന്നാണ് അതിനർത്ഥം. എല്ലാവരും ആ ചോദ്യം എല്ലാവരോടും ചോദിക്കാറില്ല. കാരണം നമ്മള് അത് ആലോചിക്കുന്നുണ്ട് അതിനെ കുറിച്ച്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിച്ചത്, എന്തിനു ജീവിക്കുന്നു എന്ന്. ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ല. കാരണം നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. കാരണം സത്യം പറഞ്ഞാൽ ഈ മക്കൾ ഉണ്ടായതിനു ശേഷം ഒരു മുടി പോലും ചീകിയോ അതിന് പോലും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് എപ്പോഴും അസുഖങ്ങളായിരുന്നു രണ്ടുപേരും. എന്താ പറയാ, നമുക്ക് വേണ്ടി നമ്മുടേതായ ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണില്ല. എന്നാൽ പോലും നമുക്ക് ഒന്നിനും സമയം തികയാത്ത ഒരു അവസ്ഥയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വർഷമൊക്കെ ആയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടി ഒന്ന് റെഡിയായി വന്നുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ശരിക്കും ഞാൻ എന്താ പറയാ, നമ്മള് മാനസികമായിട്ടും ശരിക്കും ഭയങ്കരമായിട്ട് അടി പോയത്, ഒരു ഡിപ്രഷൻ സ്റ്റേജ് പോലെയൊക്കെ ആയി വന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിലേക്കൊന്നും പോയില്ല. അങ്ങനെയൊക്കെ ഇപ്പൊക്കെ റെഡിയായി വന്നു. ഡിപ്രഷൻ ഫീൽ ചെയ്യാത്ത ആരില്ല കേട്ടോ. ഇവൻ ഞാൻ പോലും ആ ഒരു സ്റ്റേജ് കടന്നു പോയതാണ്. ആഫ്റ്റർ മൈ ഡെലിവറി ഭയങ്കര ഇതന്നെയാണ്. വീട്ടിലിരിക്കുന്നു, കുട്ടിയെ നോക്കുന്നു, നമ്മുടെ ആ ഒരു എൻജോയ്മെന്റ് മൊമെന്റ് മാറി. അതെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരുന്നു. മക്കൾക്ക് രണ്ടുപേർക്കും വയ്യാതെ വന്നോണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പോയ പോലെ വന്നായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ കുറച്ച് നാള് വീട്ടിലൊക്കെ ആയിരുന്നു. റെഡിയായി വന്നു. അങ്ങനെയാണ് ഈ കോഴ്സിലേക്കൊക്കെ വന്നത്. ഇപ്പൊ കൊച്ചിന് 3 വയസ്സായി, ഇളയതിന്. അവളെ സ്കൂളിലും ചേർത്തു.
ഇനി അടുത്ത വർഷം LKG ആക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോഴ്സും കഴിയും. പിന്നെ ഞാനും എവിടെയെങ്കിലും കയറുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുത്തിരിക്കണം. ശരി മിസ്. മിസ്സേ, ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഒരു കുരങ്ങൻ കുഞ്ഞിനെ, അതിന്റെ ഒരു വീഡിയോ ഇല്ലേ? അപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ നോക്കിയപ്പോ അതിന്റെ ചിത്രങ്ങളും വീഡിയോസ് സ്റ്റാറ്റസ് ഒരുപാട് പേരിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട്, ആ ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ടിനോട് ഞാൻ പറയായിരുന്നു, അപ്പൊ എത്രയോ പേരാണല്ലേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചിരിക്കുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹാപ്പിനെസ് പുറത്ത് കാണിക്കുന്നവരാണെങ്കിൽ കൂടി, കാരണം അങ്ങനെയുള്ളവരാണ് അതൊന്ന് സ്റ്റാറ്റസ് ആയിട്ട്, അങ്ങനെയുള്ളവരെന്ന് പറയാൻ പറ്റില്ല, ഭൂരിഭാഗം പേർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ ഒരു എമ്പതി വരികയാണ്, തന്നെ കാണുവാണ് എല്ലാവരും. ആ ഒരു കുരങ്ങൻ കുഞ്ഞില് തന്നെ കാണുവാണ് എല്ലാവരും അതങ്ങ് സ്റ്റാറ്റസ് ആക്കി അങ്ങ് ഇടുവാണ്. അപ്പൊ ഞാൻ പറയുമായിരുന്നു, എത്രയോ പേര് ഒറ്റപ്പെടൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇതിനു മുമ്പ് അനുഭവിച്ചവരുണ്ട്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുവാണ് ഓരോ മനുഷ്യന്റെ ഒരു മനസ്സെന്ന് പറയുന്നത്. എത്ര ഹാപ്പിനെസ് ആണെങ്കിൽ കൂടിയും അത് എന്താ, ഒരാള് ഇപ്പൊ ടീന പറഞ്ഞതുപോലെ ഒരാള് കേൾക്കാനില്ലാണ്ട് ഒരാള് മതിയാവും, ഒരൊറ്റ വാക്ക് മതിയാവും. ഇപ്പൊ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയും അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ഉള്ളിലുള്ളതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈവൻ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പോലും ഒന്നും പറയാനായിട്ട് അങ്ങനെ സാധിക്കാറില്ല. അപ്പൊ ഇതിനു മുമ്പുണ്ടായ ഫ്രണ്ട്സിനോട് പോലും. പക്ഷെ ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ മിസ്സിനോടാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടാണെങ്കിലും നമ്മുടെ തോട്ട്സ്, നമ്മുടെ അനുഭവങ്ങൾ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇപ്പൊ മിസ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ തന്നെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു അനുഭവങ്ങൾ പുറത്തു വന്നു. ഇതൊക്കെ ഭയങ്കര റിലാക്സേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുഞ്ഞുനാൾ മുതൽ എനിക്കൊരു കുഞ്ഞു റൂം ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു റൂം ഉണ്ടെങ്കിൽ ആ ഒരു റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, എനിക്ക് എന്റേതായിട്ടുള്ള ഇങ്ങനെ ചുമ്മാ ചിലപ്പോൾ വായിക്കായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്, അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് അതെനിക്ക് ഓക്കെ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുഞ്ഞു കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ഒരാളാ. അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരേ വൈബാണ്, മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രം വിളിച്ചു പറയുള്ളൂ, അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെയാണ് എന്റെ കുഞ്ഞു സന്തോഷം എന്ന് പറയുന്നത്. ഏറ്റവും അധികം സന്തോഷം തരുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടാണ്. അപ്പൊ ഞാനിപ്പോ അത് കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ആലോചിച്ചുള്ളൂ, അപ്പോഴാണ് മിസ്സിന്റെ ഈ ഒരു ചോദ്യം വന്നത്. ഈവൻ നമ്മളൊരു അമ്മയാണ്, ഭാര്യയാണ്, ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ എന്ന വ്യക്തിനെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോ പറഞ്ഞ പോലെ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണം, ചെയ്യണം. ഈവൻ നമുക്ക് നമ്മുടെ വീട്ടിൽ സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ കൂടിയും നമുക്കൊരു ബാത്റൂം ഉണ്ടാവുമല്ലോ, അവിടെ വേറെ ആരും വരില്ലല്ലോ. ആ ബാത്റൂമിൽ പോയി നിന്ന് കണ്ണാടിയിൽ നോക്കി നമ്മുടെ മുഖം നോക്കിയിട്ട്, ഓ നീ എത്ര സുന്ദരിയാ, അടിപൊളിയാന്ന് പറഞ്ഞിട്ട് നമ്മളെ നോക്കി ഒന്ന് ചിരിക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്റെ മുഖം കുറച്ച് ചബ്ബിയാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് എന്റെ കവളൊക്കെ നോക്കിയിട്ട് ഞാൻ പറയും, ആ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യാണ്, വേറെ ആരും ഇല്ലെങ്കിൽ കൂടിയും. അപ്പൊ അതൊക്കെ ഭയങ്കര വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ, നമുക്ക് സ്വന്തമായിട്ട് എന്താ നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അത് എല്ലാരോടും പറയാനുള്ളത്. ഇപ്പൊ പേഴ്സണലി എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു കേട്ടോ, കുഞ്ഞുവാവയുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, സനില ഒന്ന് പറഞ്ഞു തരാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് വേറെ ആരും നോക്കാനും ഇല്ല, നമ്മളെ സഹായിക്കാനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരോട് ഞാൻ പറയുന്ന ഇതൊക്കെ തന്നെയാണ്, നമ്മളായിട്ട് നമ്മളൊന്ന് കാണണം. അത് വേണ്ടതാണ്, ഒരു അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പൊ അതിൽ കുറച്ച് ഹാപ്പിനെസ് ഒക്കെ നമ്മളും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു വീഡിയോ കണ്ടതിന്റെ പേരിൽ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് അത് പറഞ്ഞത്. ചോദ്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് എവിടെയാണെന്ന് ആലോചിച്ചു. അതെ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ മിസ്. ചോദ്യം വേറെ അവസാനിക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കുള്ളൂ. പിന്നെ ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്, അത് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എല്ലാരും പറയുന്നത് ശരി, ഇംഗ്ലീഷ് സംസാരിക്കണം,
ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാൻ ഒരു സമയം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, സമ്മതിച്ചു. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത്രത്തോളം ഓപ്പൺ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതിൽ മലയാളം തന്നെയാണ് ബെറ്റർ. ഞാൻ എപ്പോഴും ആലോചിക്കും മോട്ടിവേഷൻ നമുക്ക് ഇംഗ്ലീഷ് കൊടുത്താലോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. കാരണം ഇംഗ്ലീഷിൽ പൊതുവെ മോട്ടിവേഷൻ കിട്ടുമ്പോഴും ഓക്കെ നമ്മളത് ശ്രദ്ധിച്ചിരിക്കുമെങ്കിലും അത്രത്തോളം പവർഫുൾ നമ്മുടെ ലാംഗ്വേജ് മദർ ടങ്ങിനെ അപേക്ഷിച്ച് ഇംഗ്ലീഷ് കിട്ടില്ല. ശരിയാണോ? എനിക്ക് തോന്നാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? തോന്നാറുണ്ട് മിസ്. അത് നമ്മുടെ ഇമോഷൻസ് എത്രയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാലും അത് ശരിയാവൂല. അതിന് എന്താ പറയാ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് അതിന് വാക്കുകൾ കിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇമോഷൻസ് ഫീലിങ്സും പറയാനായിട്ട് എന്റെ ഫീലിങ്സ് ആട്ടോ ഇനി. അതുപോലെ നമ്മൾ സ്വപ്നം കാണുന്നത് എന്താ പറയാ, നമ്മൾ ഇംഗ്ലീഷിൽ സ്വപ്നം കാണൂലല്ലോ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും പറയാനായിട്ട് അത് നമ്മുടെ മദർ ടങ്ക് തന്നെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ടെൻസ് പഠിക്കുന്നവരെ ഉള്ളൂ. ടെൻസ് പഠിച്ചതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ സംസാരിക്കണം. അതായിട്ട് സമയം തരാം നമുക്ക്. സെറ്റാക്കാം. പക്ഷെ അതല്ല മിസ്, ഇപ്പൊ ഇമോഷൻസ് ഒക്കെ ഇതേപോലെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിച്ചാലേ മറ്റേ അച്ഛൻ്റെ മേൽ ഉർവശി പറയുന്നോട്ടായിരിക്കും. ചിലപ്പോ പറയുന്നവര് അത്രയും ഉള്ളിൽ തട്ടിയായിരിക്കും ഇംഗ്ലീഷ് പറയുന്നത്. പക്ഷെ കേൾക്കുന്ന ഞങ്ങൾ ചിലപ്പോ ചിരിക്കും. അത് പറയാനാണ് അത് ഫീൽ ആവും. അതുകൊണ്ട് ആ പണിക്ക് വേണ്ടത് ഇമോഷൻസ് നമ്മള് മദർ പറഞ്ഞില്ല. ഓക്കെ, അപ്പോ കൺക്ലൂഡ് ചെയ്യണ്ടേ? എന്ത് പറഞ്ഞ കൺക്ലൂഡ് ചെയ്യണേ? അച്ഛൻ കൺക്ലൂഡ് ചെയ്യാൻ ചോദ്യം സന്തോഷം അല്ലെ? ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാ മൊമെന്റും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നൊരു മൊമെന്റ് എന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷിക്കുക എന്നാണ് എന്റെ ചോദ്യം അല്ലെ? എല്ലാവരും കുറെ കാര്യങ്ങൾ പറയും. എനിക്ക് എത്രേ പറയാനുള്ളൂ, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സന്തോഷിക്കണം. ഓക്കെ, എപ്പോഴും സന്തോഷിക്കണം. എന്ത് ചെയ്യുമ്പോൾ മാത്രം സന്തോഷം കിട്ടൂ എന്നൊന്നുമില്ല. എപ്പോഴും ഓരോ മൊമെന്റും നമ്മൾ എന്ത് ചെയ്യുന്നോ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. That means you always happy. That's all. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഉദ്ദേശം. ഇത്രയും നല്ലൊരു കണ്ടീഷൻ എനിക്ക് പറയാനില്ല. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് വന്നല്ല കേട്ടോ. സത്യം പറയാലോ, ക്ലാസ്സിൽ കയറുന്ന വരെ ഞാൻ എന്തെടുക്കണം, എന്തായിട്ട് പറയാം എന്നൊക്കെ ആലോചിച്ചു. കാരണം നിങ്ങൾ ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടാവില്ല. കാരണം ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. അപ്പൊ ക്ലാസ് എടുക്കാൻ ഞാൻ എന്തെങ്കിലും പറയുന്നില്ല എനിക്കറിയാം. സോ എന്ത് സംസാരിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഓക്കെ ഈ ഒരു ചോദ്യം ചോദിച്ചാലോ, ആ ചോദ്യം ചോദിച്ചപ്പോഴും എനിക്ക് ഇത്രയും സംസാരിക്കാനുള്ള ഒരു വിഷയമാകും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്നോട് തന്നെ ഞാൻ ഈ ചോദ്യം ചോദിച്ചുട്ടോ, എനിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം? സത്യം പറഞ്ഞ തോന്നി. ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യുമ്പോഴായിരിക്കും സന്തോഷം കിട്ടും. എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടോ അറിയില്ല. നിങ്ങൾ ഓരോന്നിനും പറയുമ്പോഴേക്കും ശരിയാലോ ഇനി എന്ത് ചെയ്യാൻ സന്തോഷം കിട്ടാറുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത്. അല്ലാണ്ട് ഞാൻ അപ്പൊ എനിക്ക് തോന്നിയിട്ട് ഈ ചോദ്യം അത്രത്തോളം പവർഫുൾ ആണ്. കാരണം എന്നോട് തന്നെ ചോദിച്ചപ്പോ എനിക്ക് അതിന് ആൻസർ കിട്ടുന്നില്ല. അപ്പൊ ഇപ്പൊ ചിന്തിക്കുമ്പോ ഒരുപാട് വരുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ചോദ്യം ലൈഫ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ചോദിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് പൊട്ടത്തരാകോ എന്ന് ആലോചിച്ചെങ്കിലും, പക്ഷെ ആ ചോദ്യം കൊള്ളായിരുന്നു. എനിക്ക് എന്നോട് സ്വയം ചോദിച്ചപ്പോ ഞാൻ ആലോചിച്ചു, കൊള്ളാലോ, നല്ലൊരു ചോദ്യമാണ്. കാരണം എനിക്ക് അവരെ മൊമെന്റൊന്നുമില്ല. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് പറയുന്നുണ്ട്, എനിക്ക് ഇന്നത് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട് മെസ്സേജ്. പക്ഷെ എനിക്കത് കിട്ടുന്നില്ല, എനിക്കത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് ക്ലാസ് എടുക്കും, നിങ്ങളോട് സംസാരിക്കില്ലേ, ഞാൻ എത്രത്തോളം ടെൻഷനായിട്ട് വന്നാലും അല്ലെങ്കിൽ ചിലപ്പോൾ മൂഡ് ഓഫ് ആയിട്ട് വന്നാലും ആ ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ എല്ലാം മാറും. ഞാൻ ചിന്തിക്കാറേ ഇല്ല. മൂഡ് ഓഫ് ആണെങ്കിൽ പോലും പെട്ടെന്ന് സഡൻലി നമ്മൾ മൂഡ് ഓൺ ആകും. അപ്പൊ എനിക്ക് തോന്നുന്നു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോ ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യുമ്പോ. ലാസ്റ്റ് പറയാനുള്ള കാര്യം, എല്ലാ നിമിഷങ്ങളും നമ്മൾ ആഘോഷിക്കുക, സന്തോഷിക്കുക. ഇന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. മീൻസ് കുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, സന്തോഷിക്കുക. മനസ്സിലായോ? ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, സന്തോഷിക്കുക. ഞാൻ പോലും ക്ലാസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും, എപ്പോഴും. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും?
ആ മിസ്സേ, ചെടി നടുമ്പോഴൊക്കെ എനിക്ക് നല്ല ഒരു ഹാപ്പിയാ. മിറ്റമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നതും അതൊക്കെ ഒരു ഹാപ്പിയാ. എനിക്ക് നമ്മൾ റീല് കാണില്ലേ, അപ്പൊ ചില വീഡിയോസ് ഉണ്ടല്ലോ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇല്ലേ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അത് കാണും. മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് വൃത്തിയാക്കില്ലേ, എന്ത് രസം അത് കാണാനായിട്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്. അതും ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങൾ പറയണം എന്റെ ഹാപ്പിനെസ് ഞാൻ അറിയണമെന്നില്ല. കൊള്ളാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ ഇനി എന്തെങ്കിലും? ഇന്ന് മുഴുവൻ ഞങ്ങൾ ചിന്തിക്കും മിസ്സേ. കാരണം മിസ് ആദ്യം ചോദിച്ചപ്പോഴും ഞാനിരുന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്താണ് എന്നുള്ളത്. എന്നിട്ട് അവസാനമാണ് എനിക്കും കിട്ടിയത്. അപ്പൊ ഇന്ന് മുഴുവൻ ഞങ്ങൾ എല്ലാവരും ഇത് തന്നെ ചിന്തിക്കും അല്ലേ? ചിന്തിപ്പിച്ചു ഞാൻ ക്ലാസ് ഇല്ലേ, അത് എന്താണ് ഉണ്ടാക്കിയത് ആലോചിച്ചു. ഞാൻ വിളിക്കാതിരിക്കായിരുന്നു, പക്ഷെ ഇതിങ്ങനെ ആലോചിക്കാൻ വിചാരിച്ചില്ല. ചില സമയത്ത് എനിക്ക് മിസ്സിന്റെ തോട്ട്സ് എന്റെ തോട്ട്സ് ഒക്കെ ഒരേപോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയായിരുന്നു. മിസ് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു എന്താണെന്നാവോ ഞാൻ സന്തോഷിക്കുന്ന കാര്യങ്ങളെന്ന്. അപ്പൊ എനിക്ക് ഇങ്ങനെ ക്ലാസ്സിൽ കയറുന്നത് ഇപ്പൊ ഭയങ്കര സന്തോഷാ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അത് എല്ലാവർക്കും അങ്ങനെയായിരിക്കും, ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക്. ഭയങ്കര റിലാക്സേഷൻ ആണ്. അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാട്ടോ. ടൈമായി, 1 hour പെട്ടെന്ന് പോയി. അപ്പൊ ഈ ലിസണർ ഇല്ല എന്നൊരു സങ്കടം ആർക്കും വേണ്ട കേട്ടോ. ഓക്കെ, ഞാൻ അഗെയിൻ അത് പറയാണ്, കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ ലിസണർ എന്ന് പറയുന്നത്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. സൈനോട്ട് പറയും. സൈൻ ഔട്ട് പറയുന്നതിന് എനിക്ക് ഒരു മോശം. Let's sign out the class today. First of all, I would like to thank you so much. Very wonderful section for Ashadi Miss for one wonderful in two-way communication. And also, thank you so much my coordinating team and also my colleagues. Thank you all. താങ്ക് യു. സാഡ് ആണോ? ആരിപ്പോയതാണോ അഞ്ജന? മാറിപ്പോയതാ മിസ്, ഈ കുഞ്ഞ് ഇങ്ങനെ കൈ കാട്ടി താഴെ പോയതാ. സോറി. Okay, yeah. Okay, so thank you all. See you on next class and bye to all. Stay happy always. Okay, bye. താങ്ക് യു മാം. Thank you, ma'am.